നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറെക്കുറിച്ച് സംസാരിക്കുന്നത് ഡേഞ്ചറസ് ആണ്. ഓഹ്! കാരണം അദ്ദേഹത്തെക്കുറിച്ച് എന്തു പറഞ്ഞാലും പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ വരാം. പറയുന്നത് സാൻഡോസിൻ്റെ കോച്ച് കുക്കയാണ്. ഇപ്പം സാൻഡോസും റെമോയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞു. അതിനുശേഷമാണ് കോച്ച് ഇത്തരത്തിൽ നെയ്മറെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ വരവ് അദ്ദേഹത്തെ രണ്ടാം പകുതിയിൽ കളിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ്. ഓഫ് കോഴ്സ് നെയ്മറെ ബെഞ്ചിൽ ഇരുത്തുമ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല, എനിക്കറിയാം അത്. കാരണം അദ്ദേഹത്തിന് എപ്പോഴും കളിക്കണം. ഹി ലൈക്സ് ടു പ്ലേ. ഓപ്ഷനൊക്കെ കഴിഞ്ഞ് 2 മണിയോടുകൂടിയാണ്, ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ ഓൾറെഡി ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് 11 എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു. നെയ്മർ വന്ന് രണ്ടാം പകുതിയിൽ കൂടുതൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. മത്സരം തീരുമാനമാക്കുന്ന അസിസ്റ്റും അദ്ദേഹം കൊടുത്തു. തീർച്ചയായിട്ടും നെയ്മറെക്കുറിച്ച് ഞാൻ മില്യൺ ടൈം സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എപ്പോഴൊക്കെ നെയ്മറെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡും ഡേഞ്ചറസുമാണ്. കാരണം എന്താണെന്നറിയോ, അത് പലതരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാം. നെയ്മറെക്കുറിച്ച് നമ്മൾ എന്തു പറഞ്ഞാലും പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഇപ്പോൾ നെയ്മർ ഈ ഒരു ഓപ്ഷൻ അത് വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. അതാവട്ടെ നല്ല ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒന്നുമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നെയ്മറുടെ കാര്യം ബോർഡ് തീരുമാനിക്കുന്നു പറഞ്ഞത് അത് മോശം അർത്ഥത്തിലല്ല. ഞാനവിടെ അർത്ഥമാക്കിയിരുന്നത് അങ്ങനെ കോൺട്രാക്റ്റിലുണ്ടോ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഉണ്ടോ എന്നൊക്കെ നോക്കും ബോർഡ് എന്ന് മാത്രമാണ്. നെയ്മർ വരും എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. നെയ്മർ ആ ഗെയിമിന് വരികയും ചെയ്തു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ എന്തെങ്കിലും നെയ്മറെക്കുറിച്ച് പറഞ്ഞാൽ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ കോച്ച് കുക്ക പറയുന്നത്. ഏതായാലും പലതരത്തിൽ നെയ്മറെക്കുറിച്ച് എന്തു വന്നാലും ഒരു വിമർശനമാകുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ അവിടെ ബ്രസീലിലുണ്ട്. നെയ്മർ തന്നെ അതിൽ വളരെ വലിയ രൂപത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. നെയ്മർ തന്നെ മാധ്യമങ്ങൾക്കെതിരെ തിരിയുന്നത് നമ്മൾ കഴിഞ്ഞ ഓപ്ഷൻ്റെ സമയത്തും കണ്ടു. ഓപ്ഷനിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കരുത്, അത് പലരെയും ബാധിക്കുന്ന ഒന്നാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എന്നെപ്പോലെ മനക്കെട്ടിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. താരങ്ങളെ തകർക്കുന്ന തരത്തിലാണ് നിങ്ങൾ പലതും എഴുതി വിടുന്നത് എന്ന് തന്നെ നെയ്മറും പറഞ്ഞിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.